ശ്രീലങ്കയ്ക്കെതിരെയുള്ള മൂന്നാം ഏകദിനത്തിൽ 53 റൺസിൻ്റെ ഉജ്ജ്വല വിജയത്തോടെ ഇംഗ്ലണ്ട് ഏകദിന പരമ്പര 2-1 സ്വന്തമാക്കി. ഇംഗ്ലണ്ട് നേടിയ 357-3 എന്ന പടുകൂട്ടൻ സ്കോർ പിന്തുടർന്ന ലങ്ക 46.4 ഓവറിൽ 304 റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു. 66 പന്തിൽ 136 റൺസ് നേടി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 2 അർദ്ധ സെഞ്ചുറിയും 1 സെഞ്ചുറിയും ഉൾപ്പെടെ 3 മത്സരങ്ങളിലും ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനം നടത്തിയ ഇംഗ്ലീഷ് താരം ജോ റൂട്ടാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ലങ്കൻ താരം പവൻ രത്നനായക എന്നിവർ നേടിയ 3 സെഞ്ചുറികളാണ് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനായി ഇന്നും ക്രോളിക്ക് പകരം രഹാൻ അഹമ്മദാണ് ഓപ്പൺ ചെയ്തത്. ഇരു ഓപ്പണർമാരെ 10 ഓവറിൽ നഷ്ടമായ ഇംഗ്ലണ്ടിന് 3-ാം വിക്കറ്റുള്ള റൂട്ടും ബഥേലും ചേർന്ന് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 32-ാം ഓവറിൽ ബഥേൽ മടങ്ങുമ്പോൾ 72 പന്തിൽ 8 ബൗണ്ടറികളുടെ സഹായത്തോടെ 65 റൺസ് നേടിയിരുന്നു. പിന്നീടെത്തിയ ക്യാപ്റ്റൻ ബ്രൂക്ക് കത്തിക്കയറിയതോടെ ഇംഗ്ലീഷ് സ്കോറിങ്ങിന് വേഗത വർദ്ധിച്ചു. 45-ാം ഓവറിൽ 100 പന്തിൽ നിന്നാണ് റൂട്ട് തൻ്റെ 20-ാം ഏകദിന സെഞ്ചുറി പൂർത്തിയാക്കിയത്. തൊട്ടു പിന്നാലെ 57 പന്തിൽ നിന്നും സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ബ്രൂക്ക് സ്കോർ 300-ഉം കടത്തി. ഒടുവിൽ 357-3 എന്ന പടുകൂറ്റൻ സ്കോറാണ് ഇംഗ്ലണ്ട് നേടിയെടുത്തത്. 66 പന്തിൽ 11 ഫോറും 9 സിക്സും ഉൾപ്പെടെ 136 റൺസുമായി ബ്രൂക്കും 108 പന്തിൽ 9 ഫോറും 1 സിക്സും ഉൾപ്പെടെ 111 റൺസുമായി റൂട്ടുമായിരുന്നു ക്രീസിൽ. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ലങ്കയ്ക്ക് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും വിക്കറ്റുകൾ ഇടവേളകളിൽ വീണത് തിരിച്ചടിയായി. 25 പന്തിൽ നിന്ന് നിസ്സംഗ 50 റൺസ് നേടി മടങ്ങിയെങ്കിലും പവൻ രത്നനായക ഒരറ്റത്ത് നിന്ന് പൊരുതിയത് ടീമിന് പ്രതീക്ഷ നൽകിയിരുന്നു. 43-ാം ഓവറിൽ 104 പന്തിൽ നിന്നും തൻ്റെ കന്നി സെഞ്ചുറി നേടിയ പവന് പക്ഷേ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. 47-ാം ഓവറിൽ അവസാന ബാറ്ററായി പവൻ മടങ്ങുമ്പോൾ ടീം സ്കോർ 304-ലെത്തിയിരുന്നു. കഴിഞ്ഞ 12 ഏകദിന പരമ്പരകളിൽ നാട്ടിൽ പരാജയമറിയാതെ മുന്നേറിയ ലങ്കയ്ക്ക് ഇത്തവണ ഇംഗ്ലണ്ടിന് മുമ്പിൽ നാട്ടിലെ അജയ്യ റെക്കോർഡ് നഷ്ടമാവുകയായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.